ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ജോസഫ് കോൺറാഡിൻ്റെ ഹാർട്ട് ഓഫ് ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ആ ഒരു നോവലാണ്. ഫസ്റ്റ് അബൌട്ട് ദ ഓതറാണ് നോക്കുന്നത്. ജോസഫ് കോൺറാഡ്, 3 ഡിസംബർ 1857 ടു 3 ഓഗസ്റ്റ് 1924. പോളിഷ് ബ്രിട്ടീഷ് റൈറ്ററാണ് അദ്ദേഹം. റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നോവലിസ്റ്റ് ടു റൈറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. Though he did not speak English fluently until his 20s, he came to be regarded as a master prose stylist who brought a non-English sensibility into English literature. He wrote stories and novels, many with a nautical setting that depicts trails of human spirit in the midst of what we saw as an impassive, inscrutable universe. Then his notable works include Almayer's Folly, 1895, The Negus of the Nazis, Heart of Darkness, Lord Jim, Typhoon, Nostromo, The Secret Agent, Under Western Eyes. Then Heart of Darkness എന്ന് പറഞ്ഞ നോവലിലേക്കാണ് പോകുന്നത്. നോവല്ല 1899 അത് പബ്ലിഷ് ചെയ്തത്. ഇറ്റ്സ് എ നോവല്ല. അത് ശ്രദ്ധിക്കുക, അതൊരു നോവലയാണ്. The novel is widely regarded as a critique of European colonial rule in Africa, whilst also examining the themes of power dynamics and morality. ഇതിൽ പറയുന്നത് ഒരു കൊളോണിയൽ റൂള്, യൂറോപ്പിൽ നിലനിന്നിരുന്ന യൂറോപ്യൻ കൊളോണിയൽ റൂൾ, ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന യൂറോപ്യൻ കൊളോണിയൽ റൂളിനെ ഒരു ക്രിട്ടിക്കായിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ ഇതിൽ മറ്റു തീംസ് വരുന്നത് പവർ ഡൈനാമിക്സും അതുപോലെ മൊറാലിറ്റിയും ഒക്കെ വരുന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തത് 1899 ഒരു സീരിയലായിട്ടാണ് അത് ആദ്യം പബ്ലിഷ് ചെയ്തത്. പിന്നീട് 1902 ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തത്. ഒറിജിനലി ഇഷ്യൂഡ് ആസ് എ 3-part സീരിയൽ സ്റ്റോറി ഇൻ ബ്ലാക്ക്വുഡ്സ് മാഗസിൻ. ബ്ലാക്ക്വുഡ്സ് മാഗസിനിലാണ് ഇത് ഒറിജിനലി 3 പാർട്ടായിട്ട് ഒരു സീരിയൽ സ്റ്റോറി ആയിട്ട് പബ്ലിഷ് ചെയ്തത്. എന്തിനായിരുന്നു? ഈ മാഗസിൻ്റെ, ബ്ലാക്ക്വുഡ് മാഗസിൻ്റെ 1000th എഡിഷൻ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലെ ക്യാരക്ടേഴ്സാണ് താഴെ കൊടുത്തുള്ളത്. മാർലോ, ഹീസ് ദ പ്രോട്ടഗോണിസ്റ്റ്. കേർട്സ്, ദ ചീഫ് ഓഫ് ദ ഇന്നർ സ്റ്റേഷൻ. ദെൻ ജനറൽ മാനേജർ, ബ്രിക്ക് മേക്കർ, ചീഫ് അക്കൗണ്ടൻറ്റ്, പിൽഗ്രിംസ്, കാനിബൽസ്, then Russian trader, helmsman, Kurt's African mistresses, then Kurt's intended, owned, the men aboard the Nelly, Friesland. ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ദെൻ നമുക്ക് സമ്മറിയിലേക്ക് പോവാം. ഇതിൽ മാർലോ എന്ന് പറഞ്ഞ ഒരു ഇൻട്രോസ്പെക്റ്റീവ് സെയിലേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഇവരെ എങ്ങനെയാണ് കോങ്കോ റിവർ ആൻഡ് ഹിസ് ജേർണി അപ്പ് ദ കോങ്കോ റിവർ ടു മീറ്റ് കേർട്സ്. അദ്ദേഹം കേർട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോങ്കോ റിവറിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെപ്യൂട്ടഡ് ടു ബി ഐഡിയൽസ് മാൻ ഓഫ് ഗ്രേറ്റ് എബിലിറ്റീസ്. മാർലോ എന്താണ്, ഒരു റിവർ ബോട്ട് ക്യാപ്റ്റനായിട്ട്, ആ കമ്പനിയുടെ ഒരു റിവർ ബോട്ട് ക്യാപ്റ്റനായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു ബെൽജിയൻ കൺസേൺ ഓർഗനൈസ്ഡ് ട്രേഡ് കോങ്കോ. ആസ് ഇറ്റ് ട്രാവൽസ് ടു ആഫ്രിക്ക ആൻഡ് ദെൻ അപ്പ് ടു കോങ്കോ, മാർലോ എൻകൗണ്ടേഴ്സ് വൈഡ് സ്പ്രെഡ് ഇൻഎഫിഷ്യൻസി ആൻഡ് ബ്രൂട്ടാലിറ്റി ഇൻ ദ കമ്പനി സ്റ്റേഷൻസ്. The native inhabitants of the region have been forced into the company's service, and they suffer terribly from overwork and ill treatment at the hands of the company's agents. അവർ ഈ കമ്പനിയുടെ ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഓവർവർക്കും അതുപോലെ ഇൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. The cruelty and squalor of the imperial enterprise regards sharply with the impassive and majestic. One minute. Okay. Then contrast sharply with the impassive majesty jungle that surrounds the white man's settlements, making them appear to be tiny islands amidst the vast darkness. അവരെന്താണ്, ഒരുപാട് ഇൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഓവർവർക്ക്, ഇതൊക്കെ ആരുടെ കയ്യിൽ നിന്ന് നേരിടുന്ന? കമ്പനിയുടെ ഏജൻസിൻ്റെ കയ്യിൽ നിന്ന്. പിന്നീട് മാർലോ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവിടെ he finds his steamship has been sunk and spends several months of waiting for parts to repair it. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റീംഷിപ്പ് എന്താണ്, ഒരുപാട്
സങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കേഡ്സിനോടുള്ള അദ്ദേഹത്തെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പിന്നീട് കൂടി വന്നു ഈ ഒരു സമയത്ത്. The manager and his favorite, the brickmaker, seem to fear Kurtz as a threat to their position. Kurtz is rumored to be ill. കേഡ്സിന് ഒരുപാട് ആ സമയത്തൊക്കെ പറയുന്നുണ്ട്, കേഡ്സിന് അസുഖം കൂടി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. അതും കൂടാതെ തന്നെ ഈ ഒരു ഷിപ്പിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ഒരുപാട് ഡിലേ ആയിക്കൊണ്ടും അതുപോലെ കോസ്റ്റ്ലി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. Marlowe eventually gets the parts he needed to repair the ship, and he and the manager set out with a few agents and crew of cannibals on a long, difficult voyage up the river. The dense jungle and the oppressive silence make everyone aboard a little jumpy, and occasional glimpse of native village or the sounds of drum works the pilgrims into a frenzy. അവിടെ എത്തുമ്പോൾ ആ ഒരു ഡെൻസ് ജംഗിളിലെ ആ ഒരു അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. Marlowe and his crew come across a hut വിത്ത് സാക്ഡ് ഫയർവുഡ്. മാർലോ അതുപോലെ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ക്രൂവും ആ ഒരു ഹട്ടിലെത്തുകയാണ് ഒരുപാട് സ്റ്റാക്ഡ് ഫയർവുഡുമായിട്ട് ടുഗദർ വിത്ത് എ നോട്ട് സെയിങ് ദാറ്റ് ദ വുഡ് ഈസ് ഫോർ ദം ബട്ട് ദാറ്റ് ദേ ഷുഡ് അപ്രോച്ച് കോഷ്യസ്ലി. അവർക്ക് അവിടെ നിന്ന് നോട്ട് കിട്ടുന്നുണ്ട്. ആ നോട്ടിൽ എഴുതിയിട്ടുള്ളത് ഈ മരങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഉള്ളതാണ്, പക്ഷേ എന്താണ് കോഷ്യസ്ലി വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ട്ലി ആഫ്റ്റർ ദ സ്റ്റീമർ ഹാസ് ടേക്കൺ ഓൺ ദ ഫയർവുഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഡെൻസ് ഫോഗ്. ഒരു ഡെൻസ് ഫോഗ് സറൗണ്ട് ചെയ്യുന്നുണ്ട്, ചുറ്റപ്പെട്ടിട്ടുണ്ട്. വെൻ ദ ഫോഗ് ക്ലിയേഴ്സ് ദ ഷിപ്പ് ഈസ് അറ്റാക്ട് ബൈ അൺസീൻ ബാൻഡ് ഓഫ് നാറ്റീവ്സ്. ആ ഒരു ഫോഗൊക്കെ മാറിയപ്പോൾ ഈ ഷിപ്പിന് ഒരുപാട് അൺസീൻ ആയിട്ടുള്ളൊരു ബാൻഡ് ഓഫ് നാറ്റീവ്സ്, ഒരു സംഘം നാറ്റീവ്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹൂസ് ഫയർ ആരോസ് ഫ്രം സേഫ്റ്റി ഓഫ് ദ ഫോറസ്റ്റ്. അവർ ഫോറസ്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആരോസ് കമ്പൊക്കെ അയക്കുന്നുണ്ട്. ദ ആഫ്രിക്കൻ ഹെംസ്മാൻ ഈസ് കിൽഡ് ബിഫോർ മാർലോ ഫൈറ്റേഴ്സ് ദ നാറ്റീവ്സ് എവേ വിത്ത് ദ ഷിപ്പ് സ്റ്റീം വിസിൽ. അവിടെ ഒരു ആഫ്രിക്കൻ ഹെംസ്മാൻ മരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മാർലോ ഈ ഒരു ഷിപ്പിൻ്റെ സ്റ്റീം വിസിൽ മുഴക്കിയിട്ട് ഈ നാറ്റീവ്സിനെ പേടിപ്പിച്ച് പറഞ്ഞയക്കുന്നത്. അതിന് ശേഷം അവർ കേഡ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇന്നർ സ്റ്റേഷനിൽ കേഡ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവർ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു കേഡ്സ് ഇതിനകം തന്നെ മരിച്ചു പോയിട്ടുണ്ടാവുന്നു. കാരണം അവരൊരുപാട് വൈകി, ഷിപ്പൊക്കെ റിപ്പയർ ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ വൈകി. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഹീ ഈസ് വൺ ഹു ലെഫ്റ്റ് ദ വുഡ്. The Russian claims that Kurtz has enlarged his mind and cannot be subjected to the same moral judgments as normal people. Apparently, Kurtz has established himself as a god with natives. ഈ കേഡ്സിനെ ഈ നാറ്റീവ്സൊക്കെ ഒരു ദൈവത്തെ പോലെ ഗോഡിനെ പോലെയാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഈ കേഡ്സ് പിന്നീട് ഇദ്ദേഹം എന്താ ചെയ്തിരുന്നത്? Natives had gone on brutal raids in the surrounding territory in search of ivory. The collection of severed head and adorning a fence post around the station arrest to his method. The pilgrims bring Kurtz out of the station house on a stretcher, and the large group of native warriors pour out forest and surrounds them. Kurtz speaks to them, and the natives disappear into the woods. ഇങ്ങനെ ഈ കേഡ്സ് ഈ നാറ്റീവ്സിനൊക്കെ പറഞ്ഞപ്പം അവർ ഈ ഒരു വുഡ്സിൻ്റെ ഇടയിലേക്ക് മറിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കേഡ്സിനെ മാനേജർ കൊണ്ടുവരികയാണ്. അദ്ദേഹം ഒരുപാട് ഇല്ലായിരുന്നു. എബൌട്ട് ദ സ്റ്റീമർ എ ബ്യൂട്ടിഫുൾ നാറ്റീവ് വുമൺ. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാറ്റീവ് വുമൺ ഉണ്ടായിരുന്നു. കേഡ്സിൻ്റെ മിസ്ട്രസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരം അവരായിരുന്നു ഈ ഒരു കേഡ്സിനെ നന്നായി നോക്കിയിരുന്നത്. അവരെന്ത് ചെയ്തിരുന്നു? അപ്പിയേഴ്സ് ഓൺ ഷോർ. അവർ ആ ഒരു ഷോറിൽ വരികയും ഈ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് തുറിച്ചു നോക്കാൻ തുടങ്ങുകയും ചെയ്തു. The Russian implies that she somehow involved Kurtz and caused trouble before though influence over him. The Russian reveals to Marlowe after swearing him into secrecy. The Kurtz had ordered to attack on the steamer to make them believe he was dead in order that they might turn back and leave him into his plans. The Russian then leaves by canoe, fearing to the displeasure of the manager. Kurtz disappears in the night and Marlowe goes out in search for him. അങ്ങനെ ഈ ഒരു ഷിപ്പിൽ ആ രാത്രിയിൽ കേഡ്സിനെ കാണാതാവുകയാണ്. അപ്പോൾ മാർലോ അദ്ദേഹത്തെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. ഫൈൻഡിങ് ഹിം ക്രോളിംഗ്
ഓൾ ഫോൾസ് ടുവാർഡ്സ് ദ നേറ്റീവ് ക്യാമ്പ്. എങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ആ ഒരു നേറ്റീവ് ക്യാമ്പിൽ നിന്ന്. മാർലോ സ്റ്റോപ്പ് ആൻഡ് കൺവിൻസസ് ഹിം ടു റിട്ടേൺ ടു ദ ഷിപ്പ്. മാർലോ അദ്ദേഹത്തെ അവിടുന്ന് കൺവിൻസ് ചെയ്തുകൊണ്ട് ഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ദേ സെറ്റ് ഓഫ് ഡൗൺ ദ റിവർ നെക്സ്റ്റ് മോർണിംഗ്. അവരങ്ങനെ ആ റിവറിൽ നിന്ന് അങ്ങനെ പുറപ്പെടുകയാണ്. ബട്ട് കേർട്സ് ഹെൽത്ത് ഈസ് ഫാളിങ് ഫസ്റ്റ്. കേർട്സിൻ്റെ ഹെൽത്ത് ആരോഗ്യം മോശമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ കഥയൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കഥയൊക്കെ ഒരു ഫ്ലാഷ് ബാക്കാണ്. കേർട്സ് ബാക്കിയുള്ള ആൾക്കാരോട് ഇദ്ദേഹം ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്ന ഒരു കഥയാണ്. മാർലോ ലിസൺസ് ടു കേർട്സ് ടോക്ക് വൈൽ ഹി ദ പൈലറ്റ്സ് ദ ഷിപ്പ്. മാർലോ ലിസൺ ടു കേർട്സ് talk while he pilots the ship, and Kurtz enters Marlow with a packet of personal documents. മാർലോയ്ക്ക് ഈ കേർട്സ് കുറച്ച് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഇലക്ട്രിൻ പാംഫ്ലെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയൊരു ഒരു മെസ്സേജോട് കൂടിയിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. എന്തായിരുന്നു അതിൽ വരുന്ന മെസ്സേജ്? എക്സ്റ്റെർമിനേറ്റ് ഓൾ ദ ബ്രൂട്ട്സ്, ദ സ്റ്റീമർ ബ്രേക്ക്, അങ്ങനെയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ദ സ്റ്റീമേഴ്സ് ബ്രേക്ക് ഡൗൺ ആൻഡ് ദേ ഹാവ് ടു സ്റ്റോപ്പ് ഫോർ റിപ്പയർ. സ്റ്റീമേഴ്സ് പിന്നെ എന്തായി? ബ്രേക്ക് ഡൗൺ ആയി. അവർ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി. കേർട്സ് മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക് ഇതായിരുന്നു, ദ ഹൊറർ. ഈ അവസാന വാക്കും അതുപോലെ തന്നെ ആ പാംഫ്ലെറ്റിൽ എഴുതിയിട്ടുള്ള എക്സ്റ്റെർമിനേറ്റ് ഓൾ ദ ബ്രൂട്ട്സ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ കൺഫ്യൂസ്ഡ് മാർലോ ഫാൾസ് ഇൽ സൂൺ ആഫ്റ്റർ ബെയർലി സർവൈവ്സ്. Eventually he returns to Europe and goes to see Kurt's intended. അങ്ങനെ ഇദ്ദേഹം യൂറോപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതിനൊക്കെ ശേഷം മാർലോ യൂറോപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ കേർട്സിനൊരു ഫിയാൻസി ഉണ്ടായിരുന്നു. ഈ ഫിയാൻസിയെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ ഫിയാൻസി ഇദ്ദേഹം കാണുമ്പോൾ ഷീ സ്റ്റിൽ ഇൻ മോർണിംഗ്. അവളിപ്പോഴും ദുഃഖത്തിലാണ്. ഇവൻ ദോ ഇറ്റ് ഹാസ് ബീൻ ഓവർ എ ഇയർ സിൻസ് കേർട്സ് ഡെത്ത്. കേർട്സ് മരിച്ചിട്ട് 1 വർഷത്തോളം ആയി എങ്കിലും അവളിപ്പോഴും ഒരുപാട് ദുഃഖത്തിലാണ്. ആൻഡ് ഷീ പ്രേസസ് ഹിം ആസ് എ പാരഗൺ ഓഫ് വിർച്യു ആൻഡ് അച്ചീവ്മെൻറ്റ്. അവൾ പറയുന്നത് എന്താണ്? അദ്ദേഹം എന്താണ് ഒരു പാരഗൺ ഓഫ് വിർച്യു ആൻഡ് അച്ചീവ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഹി ആസ് വാട്ട് ഹിസ് ലാസ്റ്റ് വേർഡ്സ് വർ. അങ്ങനെ ഇവൾ ചോദിക്കുകയാണ് മാർലോയോട്, എന്താണ് കേർട്സ് അവസാനമായിട്ട് മരിക്കുമ്പോൾ പറഞ്ഞത്? മാർലോ കനോട്ട് ബ്രിങ് ഹിംസെൽഫ് ടു ഷട്ടർ ഹെർ ഇല്യൂഷൻ വിത്ത് ദ ട്രൂത്ത്. മാർലോയ്ക്ക് അവളെ സങ്കടപ്പെടുത്താൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഇൻസ്റ്റെഡ് ഹി ടെൽസ് ദാറ്റ് കേർട്സ് ലാസ്റ്റ് വേർഡ് വാസ് ഹെർ നെയിം. നിങ്ങളുടെ പേരാണ് കേർട്സ് അവസാനമായിട്ട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി, ഈ ഒരു നോവലിൽ അവസാനിക്കുന്നത്. അത്രയാണ് ഇതിൻ്റെ സമ്മറി വരുന്നത്. താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നോക്കുന്നത് ജെയിംസ് ജോയ്സിയുടെ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറഞ്ഞുള്ള നോവലാണ്. ഫസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുള്ളത് എബൌട്ട് ദ ഓതറാണ്. ജെയിംസ് അഗസ്റ്റിൻ അലോഷ്യസ് ജോയ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. 2 February 1882 to 13 January 1941. He is an Irish novelist, short story writer, poet and literary critic. He contributed to the modernist avant-garde movement and is regarded as one of the most influential and important writers of the 20th century. Joyce's novel Ulysses is a landmark in which the episodes of Homer's Odyssey are paralleled in a variety of literary cycles, particularly Stream of Consciousness. Other well-known works are the short story collection Dubliners and the novels A Portrait of the Artist as a Young Man and The Finnegan's Wake. His other writings include 3 books of poetry, a play, letters and occasional journalism. Then A Portrait of the Artist as a Young Man എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ്. ജെയിംസ് ജോയ്സിയുടെ ഫസ്റ്റ് നോവലാണ്. അത് ഒരു കൺസ്റ്റിൽ റോമനാണ്. മോഡേൺ സ്റ്റൈലിൽ എഴുതിയുള്ള ഒരു കൺസ്റ്റിൽ റോമൻ. 1916 ഡിസംബർ 29 അത് പബ്ലിഷ് ചെയ്തത്. ദ പോർട്രേറ്റ് ബിഗാൻ ലൈഫ് ഇൻ 1904 ആസ് സ്റ്റീഫൻ ഹീറോ, എ പ്രൊജക്റ്റഡ് 63 ചാപ്റ്റർ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ഇൻ എ റിയലിസ്റ്റിക് സ്റ്റൈൽ. 1904 മുതലുള്ള ഒരു ലൈഫ്, അന്ന് തുടങ്ങുന്ന ഒരു ലൈഫും ഇതിൽ 63 ചാപ്റ്റർ ഉണ്ട്. ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് ഇതിൽ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ടെൽസ് ദ സ്റ്റോറി ഓഫ് സ്റ്റീഫൻ ഡെഡാലിസിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. സ്റ്റീഫൻ ഡെഡാലിസ് എന്ന് പറഞ്ഞാൽ അയർലൻഡിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ബോയ് ആണ് സ്റ്റീഫൻ ഡെഡാലിസ്. 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ
പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സോഷ്യലും ഫെമിലിയലും അതുപോലെ റിലീജിയസും ആയിട്ടുള്ള എല്ലാ കൺസ്ട്രെയിൻസും എല്ലാ കെട്ടുകളും പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് റൈറ്റിങ്ങിന് വേണ്ടി മാത്രം ഡിവോട്ടഡ് ചെയ്തിട്ടുള്ള സമർപ്പിക്കപ്പെട്ടുള്ള ഒരു ജീവിതത്തിനായി അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാം, അതുപോലെ സോഷ്യലായിട്ടുള്ളതായാലും ഫെമിലിയലായിട്ടുള്ളതായാലും റിലീജിയസ് ആയിട്ടുള്ളതായാലും എല്ലാ കോൺസ്ട്രെയിൻസും എല്ലാ കെട്ടുകളും പൊട്ടിച്ച് ആർട്ട് ഓഫ് റൈറ്റിങ്ങിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കുക. ഒരു യങ് ബോയ് ആകുമ്പോൾ സ്റ്റീഫൻസ് കത്തോലിക് ഫെയ്ത്ത് ആൻഡ് ഐറിഷ് നാഷണാലിറ്റി ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്യും. കുട്ടിയായിരുന്നപ്പം സ്റ്റീഫൻ്റെ കത്തോലിക് ഫെയ്ത്ത് ആണെങ്കിലും ഐറിഷ് നാഷണാലിറ്റി ആണെങ്കിലും അവനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവനെ ഒരു സ്ട്രിക്റ്റ് ബോർഡിംഗ് സ്കൂളിലായിരുന്നു, ക്ലോങ്കോസ് വുഡ് കോളേജ്. ആ കോളേജിൻ്റെ പേര് നോക്കുക, സ്കൂളിൻ്റെ പേര് നോക്കുക, കോങ്ക്ലോസ് വുഡ് കോളേജ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിക്റ്റ് റിലീജിയസ് ബോർഡിംഗ് സ്കൂളിലാണ് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ സ്റ്റീഫനെ നമുക്ക് കാണാൻ കഴിയുന്നത് നോവലിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിലൊക്കെ കാണാൻ സാധിക്കും. ഇവൻ ഈ സ്കൂളിൽ ലോൺലിയും അതുപോലെ ഹോം സിക്കും ആയിരുന്നു. പക്ഷേ സമയം കഴിയും തോറും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പ്ലേസ് അവിടെ മറ്റു കുട്ടികളുടെ അടുത്ത്, മറ്റു ബോയ്സിൻ്റെ അടുത്ത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് വരുന്നത് എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ എന്തുണ്ടായിട്ടുണ്ട് അവിടെ വീട്ടിൽ, ഫാമിലിയിൽ എന്തുണ്ടായിട്ടുണ്ട്, ഒരു ടെൻഷൻ. ഇതിന് ശേഷം ഐറിഷ് പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ചാൾസ് സ്റ്റുവാർട്ട് പാർണലിൻ്റെ ഒരു ഡെത്തിന് ശേഷം ദിസ് സെൻസിറ്റീവ് സബ്ജക്റ്റ് ബിക്കേം ദ ടോപ്പിക് ഓഫ് എ ഫ്യൂരിയസ് പൊളിറ്റിക്കലി ചാർജ്ഡ് ആർഗ്യുമെൻറ്റ്സ് ഓവർ ദ ഫാമിലീസ് ക്രിസ്മസ് ഡിന്നർ. ഇനി പറയുന്നത് സ്റ്റീഫൻ്റെ ഫാദറായിട്ടുള്ള സൈമൺ ഒരുപാട് പണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അവർ കടത്തിലേക്കൊക്കെ ഒരുപാട് മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ ആ ഒരു വേനലവധിക്ക് ശേഷം അങ്കിൾ ചാൾസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരു വേനലവധിക്ക് ശേഷം സ്റ്റീഫൻ മനസ്സിലാക്കുകയാണ്, ഇനി എന്നെ കൂടുതലായിട്ട് ക്ലോങ്കോസ് സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ എങ്ങോട്ട് പോവുകയാണെന്ന് ഇവന് മനസ്സിലാക്കുന്നു. ഡബ്ലിനിലേക്ക് തൻ്റെ കുടുംബം മാറിപ്പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സ്റ്റീഫൻ അവൻ്റെ അവിടെയുള്ള ഒരു സ്കൂളാണ് ബെൽറ്റ് വെയർ സ്കൂളിൽ ആണ് പിന്നീട് പഠിക്കുന്നത്. അവിടെ അവനൊരു റൈറ്ററായിട്ട് ഉയർന്നു വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു ആക്ടറായിട്ടും, ഒരു സ്റ്റുഡൻറ്റ് തിയേറ്ററിൽ ഒരു ആക്ടറായിട്ടും ഒരുപാട് ഉയർന്നു വരാൻ സാധിച്ചു. അവിടെയാണ് അവൻ്റെ ഫസ്റ്റ് സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, ഒരു യങ് ഡബ്ലിൻ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട്. അവിടെ അവന് ഒരുപാട് ഗിൽട്ടും ഒരുപാട് ഷെയിമും ഒക്കെ തോന്നി. പിന്നീട് അവന് ആ ഒരു he tries to reconcile his physical desires, the stern Catholic morality of his surroundings. For a while he ignores his religious upbringing, throwing himself. പിന്നീട് കുറച്ചു കാലം അവൻ ആ ഒരു റിലീജിയസ് അപ്ബ്രിങ്ങിങ് ഒക്കെ ഒരുപാട് ത്രോ ചെയ്ത് കളഞ്ഞു. പിന്നീട് അവൻ എന്തായി, throwing himself with debauched abandon into variety of sins, masturbation, gluttony and more visits support protagonist among others. അവനെ ഒരു നശിച്ച ഒരാളെ പോലെ ആയി. പിന്നീട് അങ്ങനെ അവൻ്റെ സ്കൂളിൽ ഒരു 3 ദിവസത്തെ ഒരു റിലീജിയസ് റിട്രീറ്റ് ഉണ്ടായിരുന്നു. ആ റിട്രീറ്റിൻ്റെ സമയത്താണ് അവൻ ഒരു കാര്യം കേൾക്കുന്നത്. എന്താണ് അവൻ കേൾക്കുന്നത്? ട്രയോ ഓഫ് ഫിയറി സെർമൺസ് അബൌട്ട് സിൻ, ജഡ്ജ്മെൻറ്റ് ആൻഡ് ഹെൽ എന്നത്, പാപം, അതുപോലെ ജഡ്ജ്മെൻറ്റ്, അതുപോലെ ഹെൽ, ഈ ഒരു കാര്യം കേൾക്കുന്നത്, ഈ ഒരു 3 സെർമൺസ് കേൾക്കുന്നത്, അത് അവനൊരുപാട് അവനൊരുപാട് പിടിച്ചു കുലുക്കി. ആ സമയത്ത് അവനെന്തായി, ദ യങ് മാൻ റിസോൾവ്സ് ടു റീഡെഡിക്കേറ്റ് ഹിംസെൽഫ് ഇൻ ടു എ ക്രിസ്ത്യൻ പേറ്റി. സ്റ്റീഫൻ ബിഗിൻസ് അറ്റൻഡിങ് മാസ് എവറി ഡേ. അവൻ എല്ലാ സമയത്തും എല്ലാ ദിവസവും മാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നീട് അവൻ ഒരു കത്തോലിക് പീറ്റിയുടെ ഒരു മോഡലായി മാറി. ആബ്സ്റ്റിനൻസ്, അതുപോലെ സെൽഫ് ഡിനൈ, ഇതിൻ്റെയൊക്കെ ഒരു മോഡലായിട്ട് അവൻ മാറി. അവൻ്റെ ആ ഒരു റിലീജിയസ് ഡിവോഷൻ കണ്ടിട്ട് അവൻ്റെ ആ ഒരു സ്കൂളിലെ ഡയറക്ടർ അവനോട് ചോദിച്ചു, പ്രീസ്റ്റ്ഹുഡിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇത് കുറച്ച് നേരം ഇരുന്ന് തിങ്ക് ചെയ്തപ്പോൾ സ്റ്റീഫന് മനസ്സിലായി, പ്രീസ്ലി ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് കോൺസ്ട്രൻസ് ഉണ്ടാക്കുമെന്ന്. അദ്ദേഹത്തിന് ആ ഒരു ലൈഫ്, ഇങ്ങനെയുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ അത് ഒരിക്കലും തൻ്റെ ലവ് ഓഫ് സെൻഷ്വൽ ബ്യൂട്ടിയുമായിട്ട് ഒരുപാട് ഇൻകമ്പേഷബിൾ ആയിരിക്കും എന്നവന് മനസ്സിലായി. ആ ദിവസം സ്റ്റീഫൻ അവൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് മനസ്സിലാക്കി, എൻ്റെ ഫാമിലി ഇനിയും മൂവ് ചെയ്യണം അവിടെ നിന്ന്. കാരണം ഫിനാൻഷ്യൽ റീസൺസ് തന്നെ.
Anxiously awaiting the news about his acceptance to the university, Stephen goes for a walk. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഇത് എന്താണ് അവൻ്റെ ആ ഒരു അക്സെപ്റ്റൻസ് അത് കേൾക്കുന്നതിന് ആ ഒരു കുറച്ചും അവൻ എങ്ങോട്ട് പോയി, ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടി പോയി. ആ ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവനൊരു യങ് ഗേളിനെ കാണുന്നത്. അവളുടെ ആ ഒരു ബ്യൂട്ടിയിൽ എന്തായി ഒരുപാട് സ്റ്റക്കായി. അങ്ങനെ അവൻ തിരിച്ചറിഞ്ഞു. In a moment of epiphany that love and desire of beauty should not be a source of shame. ലവ് ആണെങ്കിലും ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഡിസയർ ആണെങ്കിലും ഒരിക്കലും ഒരു ഷെയിമിൻ്റെ കാരണം ഒരു സോഴ്സ് അല്ല എന്നവന് മനസ്സിലായി. സ്റ്റീഫൻ റിസോൾവ്സ് ടു ലീവ് ഹിസ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അവൻ്റെ ജീവിതം മുഴുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇനി ഒരിക്കലും ഈ ഒരു തരത്തിലുള്ള അതിരുകളും ഫാമിലിയുടെ ആണെങ്കിലും നാഷൻ്റെ ആണെങ്കിലും റിലീജിയൻ്റെ ആണെങ്കിലും ഒരു അതിരുകളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നവൻ മനസ്സിലാക്കി. പിന്നീട് സ്റ്റീഫൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. അവിടെ അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് ഏറ്റവും ക്ലോസ് ആയത്, എസ്പെഷ്യലി ക്ലോസ് ദ യങ് മാൻ നെയിംഡ് ക്രാൻലി എന്ന് പറഞ്ഞ ഒരു യങ് മാനുമായിട്ടാണ് അവൻ ഒരുപാട് ക്രോസ് ആയത്. അങ്ങനെ ഒരുപാട് ഒരു സീരീസ് ഓഫ് കോൺവെർസേഷൻ അവൻ്റെ കമ്പാനിയൻസും ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് സ്റ്റീഫൻ വർക്ക്സ് ടു ഫോർമുലേറ്റ് ഹിസ് തിയറീസ് അബൌട്ട് ഹിസ് ആർട്ട്. അവിടെയാണ് അവൻ്റെ ആർട്ടുമായിട്ടുള്ള തിയറീസിനെ ഒരുപാട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അവൻ്റെ ഫ്രണ്ടും ഹിസ് ഡിപ്പെൻഡ് ഓൺ ഹിസ് ഫ്രണ്ട് ആസ് ലിസണേഴ്സ്. അവൻ്റെ ഫ്രണ്ട്സായിരുന്നു അവൻ്റെ ലിസണേഴ്സ്. അങ്ങനെ ഹീസ് ഓൾസോ ഡിറ്റർമിൻ ടു ക്രിയേറ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അവനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ്റെ അതിലെന്തുണ്ടാവില്ല, പേരൻസിൻ്റെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഫാമിലിയുടെ ആണെങ്കിലും ഒന്നും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവന് ഒരുപാട് ഡിറ്റർമൈൻഡായി. തനിക്ക് എന്താണോ ഫ്രീ ആവണം, എല്ലാ പ്രഷേഴ്സും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അതിന് ഞാൻ എന്ത് വേണം, ഈ അയർലാൻഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. ഡിസൈഡ് ടു ലീവ് അയർലാൻഡിലേക്ക് പോകണം. ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ പേരിനൊരർത്ഥം ഉണ്ടായിരുന്നു. ആ ഒരു അർത്ഥം അത് ഇപ്പോൾ എന്താണ് യാഥാർത്ഥ്യമാക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദ മിത്തിക്കൽ ഡെഡാലസ്. സ്റ്റീഫൻ ഹോപ്പ് ടു ബിൽഡ് ഹിംസെൽഫ് വിങ്സ്. അവന് ചിറകുകളുണ്ടെന്നാണ് പറയുന്നത്. ആ ചിറകുകൾ ഉപയോഗിച്ച് അവൻ എന്താണ് എല്ലാ ഒബ്സ്റ്റക്കിൾസിൽ നിന്നും പറന്നുപോയി അവൻ്റെ ജീവിതം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ചിറകുകൾ വെച്ച് പറന്നുപോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിലെ ക്യാരക്ടേഴ്സാണ് സ്റ്റീഫൻ ഡെഡാലസ്, സൈമൺ ഡെഡാലസ്, മേരി ഡെഡാലസ്, ദ ഡെഡാലസ് ചിൽഡ്രൻ, എമ്മ ക്ലെറി, മിസ്റ്റർ ജോൺ സിസി, ചാൾസ് സ്റ്റുവർട്ട് ബാണർ, ഡാൻറ്റെ, അങ്കിൾ ചാൾസ്. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. എലിയൻ വാൻസ്, ഫാദർ കോൺമി, ഫാദർ ഡോളൻ വെൽസ് ആത്തി, ബ്രദർ മിക്കയേൽ ഫ്ലെമിംഗ്, ഫാദർ ആർണാൽ, മൈക്ക് പ്ലെയിൻ, ഓബ്രെ മിൽസ്. ഇതൊക്കെ ഇതിലെ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. താങ്ക് യു.